കോംബോ ഓഫർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. അതാണെന്ന് ഗോസ്പലിൽ നമ്മൾ കാണുന്നത്. നിയമജ്ഞർക്ക് എല്ലാ നിയമവും അറിയാമെന്ന് മാത്രമല്ല, യഹൂദരുടെ ഇടയിലെ തിയോളജിയൻസ് ആരാണെന്ന് ചോദിച്ചാൽ അത് നിയമജ്ഞരാണ്. 613 നിയമങ്ങൾ കൃത്യമായിട്ട് എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട് അവർ. ഈ 613 നിയമങ്ങൾ രണ്ടായിട്ടാണ് അവർ വിഭജിച്ചത്. ഒന്ന്, ഒരു വർഷത്തിൽ എല്ലാ ദിവസവും പാലിക്കേണ്ടതായ ചില നിയമങ്ങൾ. അങ്ങനെ 365 ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അതൊരു നിയമമായിരുന്നു. 2, 248 ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് നിയമങ്ങൾ. ഇങ്ങനെ 2 വിഭാഗമായിട്ട് 613 നിയമങ്ങളാണ്. ഈ 613 നിയമങ്ങളും കൂടി ഒരുമിച്ച് വെച്ചിട്ട് എപ്പോഴും ഇവരുടെ ഇടയിലൊരു തർക്കം എന്താണെന്ന് ചോദിച്ചാൽ ഇതിലേതാ വലുത്. വലിയ പ്രശ്നമായിരുന്നു. ചിലർ ചിലതിനെ ഫോക്കസ് ചെയ്യും, വേറെ ചിലർ മറ്റതിനെ ഫോക്കസ് ചെയ്യും. ഇങ്ങനെ ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിയമം എന്നൊരു കാര്യത്തിൽ അവർക്കിടയിൽ അപ്പോഴും തർക്കമായിരുന്നു. വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. അങ്ങനെ വന്നപ്പോഴാണ് യേശുവിനോട് ഒരു നിയമജ്ഞൻ വന്നിട്ട് ചോദിക്കുന്നത്, ഏതാണ് ഏറ്റവും വലിയ കൽപ്പന? ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. യേശു ഉടനെ തന്നെ ഓർത്തെടുക്കുന്നത് നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യമാണ്. യഹൂദർ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും വൈകുന്നേരമൊക്കെ ഈ ഗുളിക കഴിക്കുന്ന പോലെ ചൊല്ലിക്കൊണ്ടിരുന്നൊരു പ്രാർത്ഥനയുണ്ട്. അവർ കുഞ്ഞുനാൾ മുതലേ അത് ചൊല്ലി ശീലിക്കും. അതിന് ഷെമ്മാ പ്രയർ എന്നാണ് പറയുന്നത്. ഇസ്രായേലേ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. ഇതൊരു പ്രാർത്ഥനയാണ്. ഇവർ എല്ലാ സമയവും ഇത് ചൊല്ലിക്കൊണ്ടേയിരിക്കും. മറക്കാൻ പാടില്ലല്ലോ. മറക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, കേൾക്കുന്നവർക്കും ഇതിങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. ഇത് ഷെമ്മാ പ്രയർ എന്നാണ് അറിയപ്പെടുന്നത്. ക്രിസ്തു പെട്ടെന്ന് ഓർത്ത് പറയുന്നത്, നിങ്ങളുടെ എല്ലാ വികാരങ്ങൾ കൊണ്ടും നിങ്ങളുടെ എല്ലാ വിചാരങ്ങൾ കൊണ്ടും നിങ്ങളുടെ ശാരീരിക മാനസിക തലങ്ങൾ കൊണ്ടും നിങ്ങൾ സ്നേഹിക്കേണ്ടത് ദൈവത്തെയാണ്. കാര്യങ്ങൾ വ്യക്തമാണല്ലോ. തീർന്നു, ചോദ്യത്തിനുള്ള ഉത്തരവായി. പക്ഷെ യേശു അവിടെ നിർത്തിയില്ല. യേശു വീണ്ടും പറഞ്ഞു, ഈ ഒരു കാര്യം കൂടിയുണ്ട്. കോംബോ ഓഫർ നേരത്തെ പറഞ്ഞ കാര്യം. ദൈവത്തെ സ്നേഹിക്കുന്നതിനോടൊപ്പം തന്നെ നിനക്കൊരു ബാധ്യതയും കൂടെയുണ്ട്. അതാണ് ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 18-ാം വാക്യത്തിൽ കാണുന്നത്. നീ നിന്റെ അയൽക്കാരനും കൂടി സ്നേഹിക്കണം. ഇത് പറയുമ്പോൾ പ്രാക്ടിക്കലി യേശു ചെയ്തൊരു കാര്യമാണ് ഓർമ്മ വരുന്നത്. പത്രോസ് യേശുവിനെ വിട്ട് കടൽ തീരത്തേക്ക് പഴയ വഞ്ചി വലയെ അന്വേഷിച്ച് പോയപ്പോൾ യേശു വീണ്ടും പോയി അതേ കടൽ തീരത്ത് പത്രോസിനെ കണ്ടുമുട്ടും. എന്നിട്ട് യേശു ചോദിക്കുന്നത്, പത്രോസ് നീ എന്നെ സ്നേഹിക്കുന്നോ? അവൻ പറഞ്ഞു, കർത്താവ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഉടനെ കർത്താവ് പറയുന്നത്, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. വീണ്ടും യേശു ചോദിക്കും, നീ എന്നെ സ്നേഹിക്കുന്നോ? കർത്താവേ. അപ്പോൾ യേശു വീണ്ടും പറയും, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. 3 പ്രാവശ്യം ആവർത്തിക്കപ്പെടും. കാര്യങ്ങളൊന്ന് ഓർത്ത് നോക്കി. എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് യേശു ചോദിക്കുമ്പോൾ ആ ഉത്തരവ് കിട്ടുമ്പോൾ യേശു വീണ്ടും അവനോട് ആവശ്യപ്പെടുന്നത്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ ചെയ്യേണ്ടത് ആടുകളെ മേയ്ക്കണം. നിന്റെ സഹോദരങ്ങളെ നീ വഴി നടത്തണം. എൻ്റെ പ്രിയപ്പെട്ടവരെ നീ നോക്കിക്കൊള്ളണം. ഇതാണ്. ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എത്തിപ്പെടേണ്ട ഒരിടം സഹോദരനിലേക്കാണ്. ഒരു മുകളിലോട്ടും സൈഡിലോട്ടുമുള്ള ഒരു യാത്രയാണത്. കുരിശിലെ ക്രിസ്തുവിൻ്റെ രൂപം ശ്രദ്ധിച്ചിട്ടില്ലേ? അവൻ കരം വിരിച്ച് കുരിശോട് ചേർന്ന് കിടക്കുമ്പോൾ അവൻ്റെ ശിരസ് മുകളിലേക്ക് നോക്കിയാണ് പ്രാർത്ഥിച്ചത്. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അപ്പോഴും ആ കുരിശ് പഠിപ്പിച്ച ഒരു സ്നേഹത്തിൻ്റെ കഥയുണ്ട്. അത് 2 കരങ്ങളും വിരിച്ചു വെച്ച് നിൽക്കുന്നതാണ്. സഹോദരങ്ങളിലേക്ക് നീട്ടപ്പെട്ട കരങ്ങൾ. ഇതാണ് ഒരു സ്നേഹത്തിൻ്റെ അടയാളം. ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോഴും കരങ്ങൾ വിരിയേണ്ടത് സഹോദരനിലേക്കാണ്. ഇങ്ങനെ സ്നേഹത്തിൻ്റെ ഒരു പുതിയ പാഠം അന്ന് ക്രിസ്തു പഠിപ്പിച്ചു. സ്നേഹത്തിന് ഇപ്പോഴും കോംബോ ഓഫർ തന്നെയാണ്. ഒന്ന് കിട്ടിയാൽ മറ്റൊന്ന് ഫ്രീ ഉണ്ട്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ സ്നേഹത്തെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് നേടിയെടുക്കും? ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ്റെ ബാധ്യത സഹോദരനിലേക്കുമുള്ള തിരിച്ചുപോക്കും കൂടിയാണ്. ആരെയും നഷ്ടപ്പെടുത്താതെ ഹൃദയത്തിൽ സൂക്ഷിക്കാനുള്ള സ്നേഹത്തിന് ക്രിസ്തുവിൻ്റെ സ്നേഹത്തോളം കഥ പറയാനുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹിതായെന്നും നീ തുണയാകണേ. സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണേ. സ്നേഹിതായെന്നും നീ തുണയാകണേ. കാൽവരിക്കുന്നിലും കാനായിലും സ്നേഹത്തിൻ പൂക്കൾ വിതറിയോനേ. അന്യർക്കായി ജീവിക്കാൻ സ്നേഹിക്കുവാൻ യേശുവേ നീ എന്നും തുണയാകണേ. യേശുവേ നീ എന്നും തുണയാകണേ.
സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണേ. നിന്നിൽ നിന്നെന്നോ ഞാൻ അകന്നു പോയി, സ്നേഹിച്ചു നീയേറെ അന്നാളിലും. നിന്നിൽ നിന്നെന്നോ ഞാൻ അകന്നു പോയി, സ്നേഹിച്ചു നീയേറെ അന്നാളിലും. ചമ്മട്ടി കൊണ്ടു ഞാൻ അടിച്ചപ്പോഴും നിൻ തിരുമാറിൽ കുത്തിയ നേരവും പുഞ്ചിരി തൂകി നീ അനുഗ്രഹിച്ചു. 1000 വരങ്ങൾ നീ എനിക്കു നൽകി. സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണേ. സ്നേഹിതായെന്നും നീ തുണയാകണേ. സ്നേഹവായ്പിനായി കേണിടുന്ന മുൾപടർപ്പിൽ പെട്ട കുഞ്ഞാടു ഞാൻ. നിൻ സ്നേഹവായ്പിനായി കേണിടുന്ന മുൾപടർപ്പിൽ പെട്ട കുഞ്ഞാടു ഞാൻ. അന്യർക്കായി കുരിശിൽ മരിച്ചവനെ തൊട്ടെൻ്റെ മുറിവുണക്കൂ. മുൾപടർപ്പിൽ സ്നേഹപ്പൂവിടർക്കൂ. സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണേ. സ്നേഹിതായെന്നും നീ തുണയാകണേ. കാൽവരിക്കുന്നിലും കാനായിലും സ്നേഹത്തിൻ പൂക്കൾ വിതറിയോനേ. അന്യർക്കായി ജീവിക്കാൻ സ്നേഹിക്കുവാൻ യേശുവേ നീ എന്നും തുണയാകണേ. യേശുവേ നീ എന്നും തുണയാകണേ. സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണേ. സ്നേഹിതായെന്നും